പാളയംകുന്ന് ബ്ലോക്ക് ഡിവിഷനിൽ നിന്നും ഐക്യജനാധിപത്യ സ്ഥാനാർത്ഥിയായി കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്ന ഇലകമൺ ഗ്രാമപഞ്ചായത്ത് UDF പാർലമെന്ററി പാർട്ടി ലീഡറും കോൺഗ്രസിന്റെ ജില്ലാ ഭാരവാഹിയും പ്രമുഖ സന്നദ്ധ സംഘടനാ പ്രവർത്തകനുമായ ശ്രീ വിനോജ് വിശാൽ സ്ട്രേറ്റ് ഫോർവേഡിനോട്. ശ്രീ വിനോജ് വിശാൽ, അങ്ങേക്ക് സ്ട്രേറ്റ് ഫോർവേഡിലേക്ക് സ്വാഗതം. ഇന്ന് കലാശക്കൊട്ടാണ് ശ്രീ വർക്കല കഹാർ, വർക്കലയുടെ വികസന നായകൻ, 3 തവണ തുടർച്ചയായി വർക്കല മണ്ഡലത്തിലെ MLA തിരഞ്ഞെടുത്ത ശ്രീ വർക്കല കഹാർ. അദ്ദേഹം ഒരു ex-MLA ആണ്. അദ്ദേഹം ശിവപുരത്തിന് വേണ്ടി ഇന്ന് രാവിലെ ഈ വാർഡിലെ എല്ലാ വോട്ടർമാരോടും വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് നമ്മുടെ സ്ഥാനാർത്ഥി RSPയുടെ UDFന്റെ സ്ഥാനാർത്ഥി ശ്രീ ശശികുമാർ, അദ്ദേഹത്തിന് വേണ്ടിയും അദ്ദേഹം മൺവെട്ടി മൻകോരിയും അടയാളത്തിലാണ് മത്സരിക്കുന്നത്. അദ്ദേഹത്തിനെ വിജയിപ്പിക്കുന്നതിന് വേണ്ടി ശ്രീ വർക്കല കഹാർ രംഗത്തിറങ്ങി. അതുപോലെ വർക്കല ബ്ലോക്ക് പഞ്ചായത്ത് പാളയംകുന്ന് ഡിവിഷൻ മത്സരിക്കുന്ന വിനോജ് വിശാൽ എന്ന എനിക്ക് കൈപ്പത്തി അടയാളത്തിൽ വോട്ട് ചെയ്ത് വിജയിപ്പിക്കണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട്, അതുപോലെ തന്നെ ജില്ലാ പഞ്ചായത്ത് മത്സരിക്കുന്ന പ്രദീപ് ശുഗേരിക്ക് വേണ്ടിയും 2 പേർക്കും മാത്രമല്ല 3 പേർക്ക് വേണ്ടിയാണ് അദ്ദേഹം വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് രംഗത്തിറങ്ങി. അദ്ദേഹം കോവൂർ വായനശാല ജംഗ്ഷൻ മുതൽ വീടുകൾ കയറി എല്ലാവരും നല്ല പോസിറ്റീവായിരുന്നു ഇതിൻ്റെ അനുഭവം. 3 പേരെയും വിജയിപ്പിക്കണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടാണ് അദ്ദേഹം മുന്നോട്ട് പോയത്. ഇന്നത്തെ ഇത് കഴിഞ്ഞപ്പോൾ, കുട്ടിക്കലാശം കഴിഞ്ഞപ്പോൾ ഒരു കാര്യം വ്യക്തമാണ്: കോൺഗ്രസ് UDF അധികാരത്തിൽ വരും എന്നുള്ളത് ഉറപ്പിച്ചു കഴിഞ്ഞു. ഒരു കാര്യമേ വോട്ടർമാർ എനിക്ക് അഭ്യർത്ഥിയുള്ളൂ: ഈ പ്രാവശ്യത്തെ നിങ്ങളുടെ വിലയേറിയ സമ്മതിദാനാവകാശം 9-ാം തീയതി നിങ്ങൾ പോളിംഗ് ബൂത്തിലേക്ക് മാർച്ച് ചെയ്യുമ്പോൾ 3 പേരെയും വിജയിപ്പിക്കണം എന്നുള്ള അഭ്യർത്ഥന എനിക്ക് പറയാനുള്ളത്. 3 പേരും വിജയിക്കണം എന്ന് പറയുന്നത് വാർഡിൽ മാത്രം വിജയിച്ചിട്ട് കാര്യമില്ല, അല്ലെങ്കിൽ ബ്ലോക്ക് മാത്രം വിജയിച്ചിട്ട് കാര്യമില്ല. ഈ പറയുന്ന 3 സ്ഥാനത്തിലേക്കുള്ള വാർഡിലേക്കും ബ്ലോക്കിലേക്കും ജില്ലയിലേക്കും 3 സ്ഥാനാർത്ഥികളും UDFന്റെ സ്ഥാനാർത്ഥികൾ വിജയിച്ചാൽ മാത്രമേ നമ്മുടെ കാഴ്ചപ്പാട് പൂർത്തീകരിക്കുകയും 5 കൊല്ലം ഈ പ്രദേശത്തിൻ്റെ, ഈ വാർഡിൻ്റെ, ശിവപുരത്തിൻ്റെ ജനപ്രതിനിധിയായിരുന്നാൽ ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന വികസന കാഴ്ചപ്പാട് UDFന്റെ കാഴ്ചപ്പാടാണ്. UDFന്റെ സ്ഥാനാർത്ഥി, RSPയുടെ സ്ഥാനാർത്ഥി ശ്രീ ശശികുമാറിനും, ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ സ്ഥാനാർത്ഥി എന്ന എനിക്കും, ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥി എന്ന പ്രദീപ് ശിവഗിരിക്കും ഒരു വികസന കാഴ്ചപ്പാട് ശിവപുരം നിവാസികളോടുണ്ട്, ഈ വാർഡിനോടുണ്ട്. അത് വലിയൊരു സങ്കല്പമാണ്. ഇവിടെ ഈ പ്രദേശത്ത് സർക്കാർ തലത്തിലുള്ള ഓഫീസ് സംവിധാനം വരിക എന്നത് മാത്രമല്ല, ആരോഗ്യ മേഖലയിലെ വളരെ മുന്നേറുവാനുള്ള പദ്ധതികൾ മാത്രമല്ല, ചെറുതും വലുതുമായ സംരംഭങ്ങൾക്ക് തുടക്കം കുറിക്കുവാൻ, ഈ പ്രദേശത്തിൻ്റെ മുഖച്ഛായ മാറ്റുവാൻ, പ്രാദേശിക സാമ്പത്തിക വികസനം എന്ന ഒരു ലക്ഷ്യം നടപ്പിലാക്കുവാൻ കഴിയണമെന്നുണ്ടെങ്കിൽ വാർഡിൽ ശ്രീ ശശികുമാർ, RSPയുടെ UDFന്റെ സ്ഥാനാർത്ഥി മത്സരിക്കുന്ന ശശികുമാർ മൺവെട്ടി മൻകോരി അടയാളത്തിൽ വിജയിക്കും. ബ്ലോക്ക് പഞ്ചായത്തിൽ മത്സരിക്കുന്ന വിനോജ് വിശാൽ എന്ന ഞാൻ കൈപ്പത്തി അടയാളത്തിൽ വിജയിക്കണം. ജില്ലാ പഞ്ചായത്തിൽ മത്സരിക്കുന്ന പ്രദീപ് ശുഗരി കൈപ്പത്തി അടയാളത്തിൽ വിജയിക്കണം. എന്നാൽ മാത്രമേ ത്രിതല പഞ്ചായത്ത് സംവിധാനം, ഈ ത്രിതല പഞ്ചായത്തിൻ്റെ ഫണ്ട് വിനിയോഗിക്കുവാൻ, ഈ പ്രദേശത്തിൻ്റെ മുഖച്ഛായ മാറ്റുവാൻ, വലിയൊരു വികസനം നടത്തുവാൻ, വലിയൊരു മുന്നേറ്റം നടത്തുവാൻ കഴിയുന്നു. അല്ലാതെ വാർഡിൽ മാത്രം ജനപ്രതിയായി കടന്നു വന്നാൽ ഈ ഒരു കാര്യം നമ്മൾ പരിശോധിക്കേണ്ടത്, മുൻകാലങ്ങളിൽ ഇവിടെ നിലവിലെ സിറ്റിംഗ് മെമ്പറെ നിങ്ങൾക്കറിയാം, BJPയുടെ ജനപ്രതിനിധിയാണ്. ഈ പ്രദേശത്ത് നിലവിലെ പഞ്ചായത്ത് ഭരണ സംവിധാനം ഇടതുപക്ഷമാണ്. അതുപോലെ ജില്ലാ പഞ്ചായത്ത് CPI ആണെങ്കിലും ഇടതുപക്ഷമാണ്. ബ്ലോക്ക് പഞ്ചായത്ത് നിലവിൽ ഇത് പുതിയ ഡിവിഷൻ വരുന്ന മുമ്പേ ഉള്ളത് ബ്ലോക്ക് പഞ്ചായത്ത് ഇടതുപക്ഷമാണ്. എന്ത് വികസനം ഈ പ്രദേശത്ത് നടത്താൻ കഴിഞ്ഞു എന്ന് പരിശോധിക്കണം. ത്രിതല പഞ്ചായത്ത് സംവിധാനം ഒരു സംവിധാനത്തിലാണെങ്കിൽ മാത്രമേ, UDF സംവിധാനമാണെങ്കിൽ ഈ പറഞ്ഞ 3 പേരും ഒരുമിച്ച് നിന്നുകൊണ്ട് 3 പേരെയും ഒരുമിച്ചുള്ള ഫണ്ട് സംയുക്തമായി നടത്താൻ പറ്റും, വികസനം നടത്താൻ പറ്റും. അതൊരു രാഷ്ട്രീയ ഇടപെടൽ വരുന്നു. ഒരു വാർഡിൽ BJPയോ അല്ലെങ്കിൽ CPMോ അല്ലെങ്കിൽ കോൺഗ്രസോ ആയ മാത്രം മറ്റുള്ള ബ്ലോക്കിലും ജില്ലയിലും വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധികൾ ജയിച്ചു വന്നാൽ അതെല്ലാം രാഷ്ട്രീയ പ്രേരിതമാണ്. ഈ നാട്ടിൻ്റെ വികസനത്തിന് മുരടിപ്പുണ്ടാകും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നിങ്ങളുടെ വിലയേറിയ സമ്മതിദാനാവകാശം ഞങ്ങളെ 3 പേർക്കും നൽകി വിജയിപ്പിക്കണം. വാർഡിൽ ശിവപുരത്ത് മികച്ച സംഘാടകനായ പൊതുരംഗത്തുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിച്ചിട്ടുള്ള
ശ്രീ ശശികുമാറിന് മൺവെട്ടിയും മൺകോരിയും അടയാളത്തിൽ വോട്ട് രേഖപ്പെടുത്തി നിങ്ങൾ വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഒപ്പം ബ്ലോക്ക് പഞ്ചായത്ത് മത്സരിക്കുന്ന എനിക്ക് വിനോദ് വിശാൽ എന്ന എനിക്ക് കൈപ്പത്തി അടയാളത്തിൽ വോട്ട് രേഖപ്പെടുത്തി നിങ്ങൾ വിജയിപ്പിക്കണം. അതുപോലെ ജില്ലാ പഞ്ചായത്ത് മത്സരിക്കുന്ന പ്രദീപ് ശിവഗിരിക്ക് കൈപ്പത്തി അടയാളത്തിൽ വോട്ട് രേഖപ്പെടുത്തി വിജയിപ്പിക്കണം. ഈ നാടിൻ്റെ മുഖച്ഛായ മാറ്റുവാൻ, ഈ നാട്ടിൽ വികസനം കണ്ടെത്തിക്കുവാൻ, ഈ നാട്ടിലെ നിങ്ങളുടെ കണക്കൂട്ടലനുസരിച്ച് ഉയരുവാൻ, ഈ പ്രദേശത്തെ വികസന കാഴ്ചപ്പാടിന് ഒരു പുതിയ മുഖം കൊണ്ടുവരുവാൻ നിങ്ങളെല്ലാവരും സഹകരിക്കണം, വോട്ട് ചെയ്യണം എന്ന് അഭ്യർത്ഥിച്ചു നിർത്തുന്നു. നന്ദി, നമസ്കാരം. ജനഹൃദയങ്ങളിലൂടെ ജനകീയമായി ജനവിധി തേടുകയായി ശ്രീ വിനോദ് വിശാൽ പാളയം കുന്ന് ബ്ലോക്ക് ഡിവിഷനിൽ നിന്നും സാധാരണക്കാരന്റെ ഉറച്ച ശബ്ദമായി മാറുവാൻ നിങ്ങളുടെ ഓരോ വോട്ടുകളും കൈപ്പത്തി എന്ന വികസനത്തിന്റെ അടയാളത്തിൽ പിന്നെ ദ്വാരശില്പം ഇതെല്ലാം പൊതിയണം, പൂശയല്ല, ഇതൊക്കെ പൊതിയണം. അങ്ങനെ സന്നിധാനത്ത് വെച്ച് 43 കിലോ സ്വർണവും പൊതിഞ്ഞു. സ്വർണമല്ല, തങ്കമാണ്. മനസ്സിലായില്ലേ? അന്ന് മുതൽ ചില ആലോചന നടക്കാൻ ഇതെങ്ങനെ അടിച്ചു. പക്ഷെ വിശ്വാസം ചെയ്യില്ല. ചെയ്യുമോ? അയ്യപ്പനിൽ വിശ്വാസമുള്ളവർ ചെയ്യുമോ? ഒരിക്കലും. അവർക്ക് വിശ്വാസമില്ല, അറിയാമല്ലോ. അവർക്ക് വിശ്വാസമില്ല. അതവർ ചോദിച്ചിട്ടുണ്ട് പണ്ട് ഇതുപോലെ 2-3 വിഗ്രഹങ്ങൾ അടിച്ചു മാറ്റിക്കൊണ്ട് ഏറ്റുമാനൂർ ക്ഷേത്രം അവിടെ നിന്നൊക്കെ അടിച്ചു മാറ്റിക്കൊണ്ട് പോയപ്പോൾ വലിയ പരാതി വിശ്വാസികൾ അതിന് സംരക്ഷണം കൊടുത്തില്ല. അപ്പം അന്നത്തെ മുഖ്യമന്ത്രി ചോദിക്കുന്നു, ഭഗവാൻ എന്തിന് പാറാവ്? ഭഗവാന് പാറാവ് എന്തിരുന്നു? ഭഗവാന് ശക്തി ഉണ്ടെങ്കിൽ സ്വയം സംരക്ഷിച്ചോളാം, ഇല്ലേ? അപ്പോൾ ഭഗവാനൊന്നും ഒരു ശക്തിയില്ലെന്നും എന്ന് വിശ്വസിക്കുന്നവരാണ് അവർക്കത് കൊണ്ടുപോയാൽ എന്ത്? അപ്പോൾ അന്ന് മുതൽ ഇത് വെളിയിൽ കൊണ്ടുപോയിക്കൂടാ. എന്തിനാണ് വെളിയിൽ കൊണ്ടുപോയത്? ഇല്ല, 2 കാര്യത്തിനാണ്. ഒന്ന്, ഇതേപോലുള്ള സാധനം ചെമ്പിൽ ചെയ്തിട്ട് തിരിച്ചിവിടെ കൊണ്ടുവയ്ക്കുക. അപ്പോൾ സാധനം കൊണ്ടുപോയതുപോലെ കൊണ്ടുവച്ചു. എന്നിട്ട് ഈ രേഖകളിലൊക്കെ ഒരു കാര്യം എഴുതി വെച്ചു. സ്വർണം എന്നുള്ളത് വെട്ടിയിട്ട് ചെമ്പ് രേഖകൾ. ഇത് മുഴുവൻ ഗൾഫിലും ഇന്ത്യയുടെ പല ഭാഗത്തുമായിട്ട് കൊണ്ടുപോയി. പോയവരാരും അവരിപ്പോൾ ഓരോരുത്തരായി അകത്ത് പോയ ഒരു വാസു CPM-ൻ്റെ നേതാവ്, പഞ്ചായത്ത് പ്രസിഡന്റ്, പാർട്ടിയുടെ എല്ലാ കമ്മിറ്റിയും. രണ്ടാമത് പത്മകുമാർ, എന്നെപ്പോലെ MLA ആയിരുന്നവൻ, CPM-ൻ്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർ. മനസ്സിലായില്ലേ? ഇപ്പം അയാളാണ് അകത്ത് കൊടുക്കുന്നത്. ഏതു നിമിഷവും ഇപ്പം അന്വേഷണം ഒന്ന് നീട്ടി വയ്ക്കുന്നത്. എന്തിനാണ്? അന്വേഷണത്തിന് മുമ്പ് കടകംപള്ളിയൊക്കെ അകത്ത് പോയാൽ അതുകൊണ്ട് ഇലക്ഷൻ കഴിഞ്ഞിട്ട് മതി, അതിന് 1 മാസം കൂടെ നീട്ടി. ഇതാണ് ഉദ്ദേശം. അപ്പം ഞാൻ ഒറ്റ കാര്യം, നമ്മളെല്ലാം വിശ്വാസികളല്ലേ, അല്ലേ? ഭഗവാനിൽ വിശ്വാസമുള്ളവരാണ്. പല മതക്കാരുമാണ്, പക്ഷെ നമ്മളെല്ലാം ദൈവം എല്ലാം വിശ്വാസമാണ്. ഈ സ്വത്ത് അടിച്ചു മാറ്റി ഇവന് ഗുണം പിടിക്കുമോ? പിടിക്കുമോ? അവർക്ക് വോട്ട് ചെയ്യുന്നവർക്ക് ഗുണം പിടിക്കുമോ? പറഞ്ഞത് ഗുണം പിടിക്കും. അതാണിപ്പോൾ കേരളത്തിൽ ആളുകൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. മനസ്സിലായില്ലേ? ഇവർ വോട്ടിന് വേണ്ടി വന്ന് നിൽപ്പുണ്ട്. ആളുകൾ അവർക്ക് വോട്ട് ചെയ്താൽ അതിൻ്റെ ഫലം കൂടെ കിട്ടൂല, ഇല്ലേ? അല്ലേ? കള്ളന് കഞ്ഞി വെച്ചവരെന്ന് പറയില്ലേ? അങ്ങനെ നമ്മളായിക്കോളും. അപ്പൊ നമുക്ക് അഭ്യർത്ഥിക്കുകയാണ്, അപേക്ഷിക്കുകയാണ്. അയ്യന്റെ സ്വർണം കെട്ടവർ അധികാരത്തിൽ അഴിമതിയിൽ ആറാടുമ്പോൾ നാടിന്റെ വികസനം ഒരിടപ്പിൽ അറുതി വരുത്തുവാൻ വർക്കല ബ്ലോക്ക് പഞ്ചായത്ത് പാളയം കുന്ന് ഡിവിഷനിൽ ഐക്യജനാധിപത്യ മുന്നണി എത്തിക്കുകയാണ്, അപേക്ഷിക്കുകയാണ്. പിന്തുണ നൽകിയ മുന്നണി പോരാളി